ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ക്ലൈംബ് ദിനു. ഇറ്റ്സ് മീ ദിനു ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ പോകുന്നത് നേരെ സാമ്പ്രാണിക്കൊടി. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചയാണ് നമ്മളിന്ന് കാണാൻ പോണത്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ചെല്ലാം. ഇന്നത്തെ യാത്ര അല്പം ലേറ്റായിട്ടാണ് കേട്ടോ തുടങ്ങിയത്. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിച്ചത്. അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ, വെയിൽ നല്ല രീതിയിലുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടതാണ് ഒരു കരിമ്പിൻ ജ്യൂസ് കടയാണ്. നല്ല ശാന്തമായിട്ടുള്ളൊരു സ്ഥലത്താണ് കേട്ടോ ഈ കരിമ്പിൻ ജ്യൂസ് കട. അപ്പോൾ പിന്നെ എന്തായാലും ഒരു കരിമ്പിൻ ജ്യൂസ് കുടിക്കാമെന്ന് കരുതി. അങ്ങനെ ഞാനും തന്നെയും നല്ല തണുത്ത കരിമ്പിൻ ജ്യൂസും കുടിച്ച് നമ്മുടെ യാത്ര തുടർന്നു. റോഡൊക്കെ നല്ല രീതിയിലാണ് കേട്ടോ ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ റോഡിൽ. നല്ല ചൂട് കാരണം ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മളൊരു കടയുടെ മുന്നിൽ വണ്ടി നിർത്തി. അവിടെ കയറിയപ്പോൾ അവർ നല്ല സ്നേഹത്തോടെയാണ് കേട്ടോ പെരുമാറിയതൊക്കെ. അവർ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് പൈനാപ്പിൾ ജ്യൂസും അതുപോലെ തന്നെ നല്ല അടിപൊളി ചൂടുള്ള പപ്സുമാണ് നമ്മൾ കഴിച്ചത്. അങ്ങനെ അതെല്ലാം കഴിച്ച് നമ്മുടെ യാത്ര വീണ്ടും തുടർന്നു. പോകുന്ന വഴിക്ക് ജടായുപ്പാറയിലേക്ക് പോകുന്ന സൈൻ ബോർഡ് കണ്ടു. പിന്നൊന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് വിട്ടു. വെറുതെ ഒന്ന് കയറി ഇറങ്ങി വരാമെന്ന് കരുതി. നല്ല രീതിയിലാട്ടോ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്, ഫുള്ള് പച്ചപ്പാണ്. എന്തായാലും അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ നേരെ പുറത്തിറങ്ങി. വഴിയരികിൽ കണ്ടതാണ് കുടംമോര്. ധന്യയ്ക്ക് പിന്നെ മോരെന്ന് പറഞ്ഞ ജീവനാണ്. എന്തായാലും പിന്നെ വണ്ടി നിർത്തി മോര് കുടിക്കാൻ തീരുമാനിച്ചു. നല്ല തണുത്ത മോരാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് മോരും കുടിച്ച് പിന്നെ കുപ്പിയിൽ കുറേ മോരും വാങ്ങിച്ചുകൊണ്ടാണ് നമ്മുടെ യാത്ര തുടർന്നത്. ഈ വഴിയിലൂടെ അങ്ങനെ ഒത്തിരി വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ നല്ല ഭംഗിയുള്ള ഒരു വഴി കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മളിപ്പോൾ കൊല്ലത്ത് റോഡിൽ കൂടെ പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. ഇതുണ്ടോ, ഒരു കായൽ പോലൊരു സ്പേസ്. ഇവിടെ നല്ലോണം ഇങ്ങനെ വെള്ളം, എനിക്ക് തോന്നുന്നു ഇവിടം വരെയും വെള്ളം കയറി കിടക്കുന്ന സ്പോട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പം വെള്ളം വറ്റിയിട്ട് ഇത് അങ്ങ് വരെ കിടക്കണം. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. വണ്ടി നേരെ ഒരു സൈഡിൽ ഒതുക്കിയിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നിർത്തിയത് കേട്ടോ. അന്യതേ ഒരു പോസ്റ്റിൻ്റെ മുകളിൽ കയറി ഇരിപ്പുണ്ട്. യാത്ര തുടർന്നു. പോകുന്ന വഴിക്കെല്ലാം നല്ല പുഴകളും കായലെല്ലാം കാണുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല പച്ചപ്പ്. ഈ പുഴയിലേക്ക് ഫുള്ള് മരങ്ങളെല്ലാം ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്ന രീതിയിലാണ് ഓരോ കാഴ്ചയും. അങ്ങനെ കാഴ്ചയെല്ലാം കണ്ട് നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. പോകുന്ന വഴിക്ക് ഒരു ഹാർബർ ഉണ്ടെന്ന് സൈൻ ബോർഡ് കണ്ട് വണ്ടി വളച്ചതാണ്. ഒന്നും നോക്കിയില്ല, നേരെ ഒരു ഹാർബറിലേക്ക്. നമ്മളിപ്പോൾ ഉള്ളത് ശക്തികുളങ്ങര ഹാർബറിലാണ് കേട്ടോ. അങ്ങനെ നേരെ ഉള്ളിലേക്ക് വന്ന് അവിടെ കുറേ പെട്ടിയിലായിട്ട് കുറേ മീനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ ബോട്ടൊക്കെ കണ്ട് കുറേ പരുന്തിനെയൊക്കെ കണ്ട് വീഡിയോ എടുക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇവിടെ നമ്മൾ വന്നപ്പോഴത്തേക്ക് അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രൈവറ്റ് ടോളാണ് കേട്ടോ. അപ്പോൾ ടോൾ എടുത്താലേ നമുക്ക് ഇവിടെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു തീപിടുത്തം ഉണ്ടായ സ്ഥലം കണ്ടത്. അവിടെ ഫയർഫോഴ്സുകാർ വന്ന് തീയെല്ലാം അണയ്ക്കുന്നുണ്ട്. വലിയ അപകടമൊന്നും ഇല്ലയെന്നാണ് കണ്ടിട്ട് തോന്നിയത് കേട്ടോ. അങ്ങനെ അല്പം ലേറ്റായിട്ടാണെങ്കിലും നമ്മൾ സാമ്പ്രാണിക്കൊടി എത്തി കേട്ടോ. പക്ഷേ നമുക്കിവിടെ നിന്ന് അവിടെ ദ്വീപിലൊന്നും പോകാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ലേറ്റായി. എന്നാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടപാട് തീർന്നു കേട്ടോ. ധന്യയുടെ കിളിയൊക്കെ പോയി കിളിപാറി നിൽക്കുകയാണ്. കുറച്ച് നേരം ഇവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് നല്ലോണം ഫ്രഷ് ആയതിനു ശേഷമാണ് ഇനി അടുത്ത യാത്ര.